ഹലോ ഡിയേഴ്സ്, പവിത്ര നാളത്തെ അടിപൊളി പ്രമോയിലേക്ക് സ്വാഗതം. അങ്ങനെ അതിഗംഭീരമായ വിഷു ആഘോഷത്തിന് ശേഷം നന്ദിനേട്ടത്തി പിന്നെയും വീട്ടിൽ അടുത്ത ബോംബ് പൊട്ടിക്കുന്നുണ്ട്. പ്രശ്നം വേറൊന്നുമല്ല, ആ കുറിക്കാശ് തന്നെയാണ്. അപ്പൊ വേദ ആ കുറിക്കാശ് ലോൺ അടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനെതിരെയുള്ള പ്രശ്നം തന്നെയാണ് നടക്കുന്നത്. അപ്പൊ നന്ദിനേട്ടത്തി ചോദിക്കുന്നത്, ഒരു വിധത്തിലും ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ലേ? ഓരോ കാശ് കൂട്ടി കൂട്ടി വെച്ചിട്ടാണ് ഞങ്ങൾ ഓരോന്ന് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അത് മുടക്കാനായി നീ ഓരോ പ്ലാനും കൊണ്ട് വന്നേക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ തന്നെ വേദയുടെ അടുത്ത് പ്രതികരിക്കുന്നത്. അടിക്കാനൊക്കെ കഴിയുമെന്നുണ്ട് വേദന്. അപ്പൊ നമ്മുടെ കമലേട്ടത്തിക്ക് അമ്മയ്ക്ക് ഇത് കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ അമ്മ നന്ദിനിയേട്ടത്തിനടുത്ത് വളരെ മോശമായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ നീ ഇങ്ങനെ കണക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കും പറയാൻ ഒരുപാട് കണക്കുണ്ട് എന്നൊക്കെ പറയും. അപ്പൊ വേദ പറയും, ഇപ്പൊ നന്ദിനേട്ടത്തി കണ്ടില്ലേ, ഇത്രയും അമ്മ നിങ്ങളെ വെറുക്കാനും ഈ രീതിയിൽ പറയാനും നിങ്ങൾ തന്നെയാണ് എന്ന് പറയുമ്പോ വേദയെ അടിക്കാനായി കയ്യോങ്ങുന്നുണ്ട്. അപ്പൊ വേദ പറയതേ നോക്ക് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ തന്നെ നന്ദിനേട്ടത്തി ഒന്നങ്ങ് ബാക്കിലേക്ക് വലിയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ട വിക്രം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ വിക്രം വേദയോട് പറയുന്നുണ്ട്, കൈ താഴ്ത്തടി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അപ്പൊ വേദ പറയുന്നുണ്ട്, ശ്രീചേട്ടത്തി ഒന്നും പറയണ്ട, ഒറ്റ ബുദ്ധിക്കാരനാണെന്ന് പറയുമ്പോ വേദയെ അടിക്കാനായിട്ട് വിക്രം കയ്യോങ്ങുന്നുണ്ട്. അപ്പൊ കമലേട്ടത്തി അത് തടയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വിക്രം പറയും, ഞാൻ അടച്ചോളാം, ആ ലോൺ എമൗണ്ട് ഞാൻ അടച്ചോളാം എന്ന് പറയുമ്പോ വിശ്വേട്ടൻ ചോദിക്കാം, അപ്പൊ നീ ശ്രീകാര്യം ശ്രീനിവാസന്റെ വർക്കൊക്കെ നിർത്തി ജോലിക്ക് പോകാൻ തീരുമാനിച്ചു എന്ന് പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തൊക്കെയായാലും ആ സമയത്ത് നല്ല സങ്കടത്തോടെ നിൽക്കുന്ന വേദയാണ് കാണിക്കുന്നത്. എന്തായാലും നല്ലൊരു കാരണം പറഞ്ഞിട്ടെങ്കിലും വിക്രം നന്നാവും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം ഒരു എപ്പിസോഡിനായിട്ട്. അതുവരേക്കും ബൈ.